തിരുവനന്തപുരം വെള്ളനാട് കൂട്ടായണിയിൽ കാൽനട യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ചു ബൈക്ക് നിർത്താതെ പോയി. പ്രഭാത സവാരിക്കിറങ്ങിയ ബന്ധുക്കളായ സുധ, ഗീത എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതിലേക്ക് ഇത് സ്ഥിരം അപകടം നടക്കുന്ന വളവാണ്. ഇത് വളവ് ശ്രദ്ധിക്കാറില്ല ചില ആൾക്കാർ, അങ്ങനെ ഇത് സംഭവിക്കുന്നതാണ്. ഒരിക്കലും അവിടെ ആ പോസ്റ്റിൽ ഇടിച്ച് ഒരു മരണം നടന്നു. പിന്നെ രാവിലെ നടക്കാൻ പോകുന്ന ആൾക്കാരും റോഡ് ശ്രദ്ധിക്കാതെ വയസ്സായ ആൾക്കാർ മെയിൻ റോഡിൽ കൂടെ കയറി പോകും. വരുന്ന വണ്ടികൾ ഏത് തരത്തിലാണ് വരുന്നതെന്ന് അറിഞ്ഞില്ല. ഉറങ്ങി വരാറുണ്ട്, അല്ലാതെ വരാറുണ്ട്, ഹൈ സ്പീഡിൽ വരാറുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് റോഡിൽ. ഹാൻസ് ജോൺ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹാൻസ്, എന്തൊരു മനുഷ്യത്വരഹിതമായ ചെയ്തിയാണ്. നിർത്താതെ പോയ അയാളെ കണ്ടെത്തിയിട്ടുണ്ടോ? ഈ CCTV ദൃശ്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമ്പറോ ആരാണ് ഇടിച്ചതോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? പിന്നീടും തുടർ CCTVകളൊക്കെ ലഭിച്ചു കാണുമല്ലോ. പോലീസ് ഇക്കാര്യത്തിൽ ഇടപെടൽ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ശ്യാമിലി, പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെയും ആരാണ് ഇടിച്ചിട്ടത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. അയാളെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത്. കാൽനട യാത്രയ്ക്കായി പോയ ഗീത, സുധ ഇരുവരും ബന്ധുക്കളാണ്. ഇവരെയാണ് ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇരുചക്ര വാഹനം ഇടിച്ച് തെറിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇദ്ദേഹം ഈ വണ്ടി ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മറ്റ് 2 കാൽനടക്കാർ ഈ കാര്യം കാണുകയും ഈ അപകടം കാണുകയും അവർ അടുത്തേക്ക് വരികയും കാര്യം ചോദിച്ച് മനസ്സിലാക്കുകയും ഈ അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതും ആ ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഇതിനിടയിൽ സംസാരിക്കുന്നതിനിടയിലാണ് ഇദ്ദേഹം ഈ ഇരുചക്ര വാഹനം എടുത്തുകൊണ്ട് സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്നത്. എന്തായാലും ദൃക്സാക്ഷികളടക്കം ഈ ആരാണ് ഈ വാഹനം ഓടിച്ചതെന്നും വാഹനത്തിൻ്റെ നമ്പർ അല്ലെങ്കിൽ വാഹനം ഏതാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ദൃക്സാക്ഷികൾ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ CCTV ദൃശ്യങ്ങളടക്കം ലഭിച്ചിട്ടുണ്ട്. പോലീസ് ഇവ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും നിലവിൽ ഈ 2 പേരിൽ പരിക്കേറ്റവരിൽ ഗീതയുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മറ്റ് ചികിത്സാ നടപടികൾ അല്ലെങ്കിൽ ചികിത്സകൾ പുരോഗമിക്കുകയാണ് എന്നുള്ള വിവരമാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്നത്. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കൂട്ടായണിയിൽ നിരന്തരമായി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. ട്രാഫിക് ക്രമീകരണങ്ങൾ നടത്തണം എന്നുകൂടി നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. ശ്യാമിലി.